ജയൻ സൽത്താൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം ഡോക്ടർ ചുനീത്. വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടാവും. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. ഈ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ എണീക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമയമാണ്. പക്ഷെ പല ആളുകൾക്കും ഇത് പറ്റാറില്ല. ഈവൻ അലാറൊക്കെ വെച്ച് നോക്കും. എന്നിട്ട് എന്താ ചെയ്യുക, ടൈം മാറ്റി വീണ്ടും കിടന്നുറങ്ങും. ചില ആളുകൾ എന്ത് ചെയ്യും, അലാറം കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കും. കാരണം നടന്നു കഴിയുമ്പം നമ്മുടെ ശരീരം ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ ഉറക്കം വരില്ല എന്നൊക്കെ കരുതുക. പക്ഷേ ഒരുപാട് ആളുകൾ 1-2 ദിവസം ഇത് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം തൊട്ട് വീണ്ടും കിടന്നുറങ്ങാൻ നോക്കും. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ എണീക്കാന്നുള്ളത്. പക്ഷേ ഞാൻ 9 മണിക്കൊക്കെ ഉറങ്ങുന്ന ഒരാളായിരുന്നു. എന്നിട്ട് രാവിലെ 9 മണിക്കൊക്കെ എണീക്കുന്ന ശീലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്കത് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ചില ആളുകൾക്ക് പറയാം ചില കാരണം ഉണ്ടാകുമ്പോൾ നമ്മൾ എണീക്കും. ശരിയാണ്, ചില കാരണങ്ങൾ. ഫോർ എക്സാമ്പിൾ എനിക്കൊരു പരീക്ഷ ഉണ്ടെന്ന് രാവിലെ, തീർച്ചയായും ഞാൻ എണീക്കും. കാരണം അത് ഷോർട്ട് ടേം ഗോളുകളാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള ചില റീസൺസാണ്. നമ്മുടെ തലച്ചോറ് അതിനു വേണ്ടി അനുവദിക്കും. പക്ഷേ ലോങ് ടേം ആയിട്ടുള്ള കാരണങ്ങളും ആഗ്രഹങ്ങളൊക്കെ എന്താ സംഭവിക്കാറ് പൊതുവേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആദ്യത്തെ 3-4 ദിവസമൊക്കെ നിങ്ങൾ എണീക്കും. പക്ഷേ 5-ാമത്തെ ദിവസം നിങ്ങൾ കരുതും 4 ദിവസം ഞാൻ എണീറ്റില്ലേ, ഇന്ന് 5-ാമത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാം, ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ 6-ാമത്തെ ദിവസം ഉറങ്ങും, 7-ാമത്തെ ദിവസം ഉറങ്ങും. അങ്ങനെ ഉറങ്ങിക്കൊണ്ട് ഉറക്കമായിരിക്കും. അപ്പം അലാറം വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങുന്നതോ മോട്ടിവേഷനോ ഇത് മാത്രം പോരാ. കാലത്ത് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ചില കുറച്ച് കാര്യം കൂടി വേണ്ടി വരും. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളാണ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മെൻ്റൽ ഇമാജിനേഷനാണ്. ഇപ്പോൾ മെൻ്റൽ ഇമാജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 30 സെക്കൻഡ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക, നിങ്ങൾ ഈ ഒരു സമയത്ത് നേരത്തെ എണീറ്റിട്ട് ഇന്നൊരു കാര്യം ചെയ്യുന്നതാണത്. 30 സെക്കൻഡ് കൃത്യമായി ആലോചിക്കുക. നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്നൊരു കാര്യമായിരിക്കും, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അറിയോ, നമ്മുടെ തലച്ചോറിന് ഈ ഇമാജിനേഷനും റിയൽ വേൾഡ് സിറ്റുവേഷനൊക്കെ ഒരുപോലെ തോന്നും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഉമിനീര് ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെ, നല്ല വിശപ്പ് ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെ നല്ല രുചിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലും അതുപോലെ ശരീരത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളത് ഇമാജിൻ ചെയ്യുകയാണെന്ന് കരുതി നോക്കൂ. ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലെ വിശപ്പ് തോന്നും അല്ലേ, അതുപോലെ ഉമിനീര് വരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? കാരണം നിങ്ങൾ ആ ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ എന്തെല്ലാം പാത്തുവയാണ് നടന്നത്, അതേ പാത്തുവേ തലച്ചോറ് ഇമാജിൻ ചെയ്യുമ്പോഴും പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അടുത്ത ദിവസം നേരത്തെ എണീക്കാൻ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റിന് വേണ്ടിയിട്ടുള്ള ആ തലച്ചോറിലെ പാത്തുവേ ആക്ടിവേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ അടുത്ത ദിവസം തലച്ചോറിന് വീണ്ടും അത് റീആക്ടിവേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ മെൻ്റൽ ഇമാജിനേഷൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളത് തീർച്ചയായും ചെയ്യണം. അതാണ് ഫസ്റ്റ് ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ മോർണിംഗ് എണീക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബോധ്യം വേണം. ആ ബോധ്യം എന്താണെന്ന് അറിയും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങളിപ്പം മോർണിംഗ് എണീക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്നൊരു കാര്യമായിരിക്കും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എണീറ്റാൽ പോരെ, കുറച്ച് നേരം കൂടി കിടന്നോടെ. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, അലാറൊക്കെ സെറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ഉറങ്ങിയതായിരിക്കും, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, 10 മിനിറ്റ് കൂട്ടും. അങ്ങനെ കൂട്ടി മണിക്കൂറുകളൊക്കെ. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നൽ വരുന്നത്? കാരണം ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്, ഡിസയറുകളാണ്. എന്തുകൊണ്ടാണ് ഈ ഡിസയർ വരുന്നത്? അത് നമ്മുടെ തലച്ചോറിന് കംഫേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡിസയറുകളൊക്കെ എന്താണ് പറയുന്നത്, നമ്മുടെ കംഫേർട്ട് സ്റ്റേറ്റ് കൊടുക്കുകയാണ് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം. ഈ കംഫേർട്ട് കിട്ടും തോറും അത് വീണ്ടും വേണ്ടി വരും. തലച്ചോറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ കംഫേർട്ട്. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന് നേരെ വൈകി എണീറ്റാൽ നാളെ നിങ്ങളുടെ തലച്ചോറിന് അത്രയോ അതിനപ്പുറമോ നിങ്ങൾ കംഫേർട്ട് കൊടുക്കേണ്ടി വരും. പകരം ഇന്ന് നിങ്ങൾ നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കംഫേർട്ട് സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളുടെ തലച്ചോറിനെ ഈ ഒരു ഹാബിറ്റിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. ഈ ഒരു ബോധം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസയർ വളരെ പവർഫുള്ളാണ് കേട്ടോ. പക്ഷേ ഇതിനെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റും. എപ്പം? ഈ ഡിസയർ വീക്കായിരിക്കുന്ന സമയം ഉണ്ടാവുമായിരിക്കും നിങ്ങളെ അലിക്കുക. തീർച്ചയായും ഉണ്ടാവും. അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക് വഴി. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ഈസിയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏത് ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു 3-4 സെക്കൻഡൊക്കെ ബ്ലാങ്ക് ആവും. ഈ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു ചിന്തയുണ്ടല്ലോ, ഈ ഡിസയർ, ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ചിന്തകളായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത സ്റ്റേറ്റിലേ നമുക്ക് ഈസിയായി എണീക്കാൻ പറ്റുള്ളൂ.
പിന്നെ ഇങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് കൂടാതെ വേണം ഇത് ചിന്തിക്കാൻ. ഫോർ എക്സാമ്പിൾ, ഏത് ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ചിന്തിച്ചിട്ട്, ഈ ചിന്തയായിരുന്നു അല്ലേ, ഈ ചിന്ത എന്തുകൊണ്ട് വന്നു, ഇങ്ങനെ വരാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെ കാട് കയറി ചിന്തിക്കാൻ പോയത് നടക്കില്ല. ഒരു ജഡ്ജ്മെൻറ്റും ഒരു അനലൈസിസും ഇല്ലാതെ വേണം ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഏത് ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മനസ്സ് ബ്ലാങ്ക് ആയി നിൽക്കുന്നത് ഫീലിംഗ് കിട്ടും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറി ഒരു ബ്ലാങ്ക് സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ചെരുങ്ങിക്കൊണ്ട് ഇരിക്കാൻ നോക്കുക. ഇരിക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചുറങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഡിസയറുകൾ തിരിച്ചു വരും. പക്ഷേ അതിന് മുമ്പേ തന്നെ വീണ്ടും നിങ്ങൾ ചോദിക്കുക, ഏത് ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്? വീണ്ടും ബ്ലാങ്ക് ആവുന്ന സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാല് പതിയെ ഈ ബെഡിൽ നിന്നെടുത്ത് തറയിലേക്ക് വെക്കാൻ നോക്കുക. ഒരു 3-4 തവണ ഇതുപോലെ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്തത് ആ കാര്യത്തിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കണം. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാനും ഒരു മോട്ടിവേറ്റഡായി നിൽക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ മടി ഉണ്ടല്ലോ, മടി എന്ന് വെച്ചാൽ ഈ ആഗ്രഹം കൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഡിസയർ കൊണ്ടാണ് വരുന്നത്, ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ഈ ഒരു കംഫർട്ട് സെറ്റിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.